ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോറി, എനിക്ക് സൗണ്ട് ഒന്നുമില്ല കേട്ടോ, ബിക്കോസ് രാവിലെ ഉറങ്ങി എനിക്കിപ്പോൾ തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. ബ്രഷ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫും കുറച്ച് പോർഷൻസ് കാണിക്കുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനും വീക്കെൻഡാണ് കേട്ടോ. ഫ്രൈഡേ വ്ളോഗായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണ് എത്താമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ എന്താ, കുറേ പേര് ചോദിച്ചായിരുന്നു മേക്കപ്പ് ഇല്ലാതെ ഫിൽറ്റർ ഇല്ലാതെ ഞങ്ങൾക്ക് വീഡിയോ കാണിക്കുമോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഇത് വീഡിയോ. ഞാനപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ എൻ്റെ വശം എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തീരെ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും നിങ്ങൾ വോളിയം കൂട്ടി വെച്ച് കേൾക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം. എൻ്റെ സ്കിന്നൊക്കെ നാട്ടിൽ പോയപ്പോൾ ഇതിനേക്കാളും ബ്ലാക്ക് ആയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും സൈഡൊക്കെ ഉണ്ടല്ലോ ബ്ലാക്കും കാര്യങ്ങളൊക്കെ, ടാനൊക്കെ വന്നു തുടങ്ങിയായിരുന്നു നെക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പറ്റുന്നവർ ഫോളോ ആക്കുക, അതുപോലെ തന്നെ സപ്പോർട്ടാക്കുക. ഇതുവരെ സപ്പോർട്ടാക്കിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അപ്പോൾ ഇതാണ് ഞാൻ ഒറിജിനൽ, ഞാൻ ഫിൽറ്റർ ഇല്ലാത്ത ഒറിജിനൽ ഞാൻ കേട്ടോ. ലിപ്സ്റ്റിക്കോ മേക്കപ്പോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്താ പറയുക, ഉറങ്ങി ഇട്ട് വന്നിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബെഡ്റൂമിൽ വന്നിട്ടൊരു ചെറിയ പോർഷൻ സ്റ്റോർ റൂം പോലെയുണ്ട് അവിടെ. അപ്പോൾ ഹസ്ബൻഡ് എല്ലാ ഡ്രസ്സുകളും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ആൾ എടുത്തു തരുന്ന ഡ്രസ്സ് മാത്രമേ ഞാൻ വാഷ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ചീത്ത കേൾക്കും. അതുകൊണ്ട് ഞാനത് ഇന്നെന്തോ ഞാൻ എല്ലാം എടുത്ത് അങ്ങോട്ട് കഴുകി, ചീത്ത കേട്ടാലും പ്രശ്നമില്ല എന്ന് വെച്ചിട്ട്. പിന്നെ മോൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ബുക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. എന്താ പറയുക, അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ചു. പിന്നെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും പിറ്റേ ദിവസം നമ്മൾക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും ആ റൂം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചീത്ത പറയും, നിനക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പ്രോപ്പറായിട്ട് എടുത്ത് അടക്കി ഒതുക്കി വെച്ചൂടെ, പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ദേഷ്യമാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അടുക്കും ചിട്ടിയോടുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡും വരും. ആൺകുട്ടികളെ നീ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യില്ല, ആൺകുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരേപോലെ വളരണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ അങ്ങനെയുണ്ട്. എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടാലും ബെഡ്ഷീറ്റൊക്കെ പ്രോപ്പറായിട്ട് മടക്കി വയ്ക്കും. ഡ്രസ്സുകളൊന്നും ഇങ്ങനെ വലിച്ചിടണമെന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഭയങ്കര ടെൻഷനായി പോകും കേട്ടോ. പിന്നെ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ഡസ്റ്റ് അലർജിയാണ്. എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ കാണുന്നതാണ് എൻ്റെ ഇഷ്യൂസും, ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയും, ഏട്ടനൊന്ന് ഇതൊന്ന് റെസ്പെക്റ്റ് ചെയ്ത് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളത് കണ്ട് പഠിക്കും എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും മൈൻഡൊന്നും ചെയ്യത്തില്ല. പിന്നെ വീണ്ടും പിന്നെ ഞാൻ ഇപ്പോൾ അത് പറയലൊക്കെ നിർത്തി. ബിക്കോസ് നമ്മൾ വെറുതെ എന്തിനാണ് ടെൻഷനാവണേന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അതൊക്കെ പറയൽ നിർത്തിയിട്ടോ. പിന്നെന്താ, അപ്പോൾ വളരെ കുറച്ചു. അല്ലെങ്കിൽ എനിക്ക് സംടൈംസ് ഭയങ്കര ടെമ്പർ ആവുമായിരുന്നു. അപ്പോൾ ഇത് സൈഡ് ടേബിളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന സൈഡ് ടേബിൾ ഞാൻ വന്നിട്ട് വേറെ റൂമിലേക്ക് മാറ്റി, അല്ലെങ്കിൽ പിന്നെ അതും കൂടി പൊട്ടിക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആവശ്യമില്ലാത്ത പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ മൂവ് ചെയ്തു. പിന്നെ എന്താ പറയുക, റൂമൊക്കെ എന്താ പറയുക, ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞു. ബെഡിൻ്റെ മീതെയാണ് കേട്ടോ എല്ലാ തിങ്സും ഒറ്റ വലിച്ചിടണം. എന്ത് ഡ്രസ്സ് ഊരിയിട്ടാലും എന്ത് തിങ്സ് കിട്ടിയാലും ബെഡിൻ്റെ മേലേക്ക് ഒറ്റ എയറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി. പിന്നെ കട്ടിലിൻ്റെ ചോട്ടിലുണ്ടായിരുന്ന കുറേ എന്തുണ്ടെങ്കിലും അതുപോലെ തന്നെ വല്ല ടിഷ്യൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് ഒറ്റ ഇടലാണ് കേട്ടോ, കൊണ്ട് കളയേണ്ട മടിക്ക്. അപ്പോൾ ഞാനതൊക്കെ അടിച്ചെടുത്തു. പിന്നെ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലും പിറ്റേ ദിവസം നമ്മൾ ഇത് തന്നെ ഇതാവും. പിന്നെ വീക്കെൻഡാണ് ബെഡ്ഷീറ്റൊക്കെ ഞാൻ മൂവ് ചെയ്തിട്ട് ബെഡ്ഷീറ്റൊക്കെ വീക്കെൻഡ് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കും കേട്ടോ. പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിടും. പിന്നെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ വീക്കെൻഡാണ്. ബാക്കി അടിച്ചുവാരലൊക്കെ നോർമലി ഡെയിലി ഉണ്ടാവുമല്ലോ. പിന്നെ ഡ്രസ്സ് കുറച്ച് മടക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് മടക്കി വെച്ച് അപ്പോൾ ബെഡ്റൂം സെറ്റായി കിട്ടി. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്ക ലേഡീസിനും അങ്ങനെയാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ കമൻ്റ് ആക്കണേ.
പിന്നെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ ഡ്രസ്സുകളും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് വേസ്റ്റ് പഴയ ബുക്സും കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. കുറേ പേപ്പേഴ്സ് കണ്ടോ, വെറുതെ ആവശ്യമില്ലാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, വേസ്റ്റിൽ കൊണ്ട് കളയേണ്ട മടിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഫേസിന് ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ക്യാരറ്റ് ഓയിലാണ് ഇടുന്നത്. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന വിധം ഞാനതിൽ കാണിക്കാം. ഞാനിവിടെ ആൽമണ്ട് ഓയിലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വൈറ്റമിൻ ഇ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ്. ഫസ്റ്റ് ആൽമണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ കുങ്കുമപ്പൂ ഞാൻ ഒരു 3-4 അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ആ ക്യാരറ്റൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പോൾ എണ്ണയിൽ നിന്ന് വിട്ട് വന്നിട്ട് ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ മാറ്റി അതൊന്ന് പ്രോപ്പറായിട്ട് വരും, നമുക്കത് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ആ സമയത്ത് നമുക്കൊന്ന് സ്റ്റവ് ഇതേപോലെ വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് കുറേ നാൾ ഇരുന്നോളും, ഒരു 1-2 മാസത്തോളമെല്ലാം അതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് റെഗുലറായിട്ട് സ്കിന്നിന് യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് പിന്നെ യൂസ് ചെയ്യുന്നത് 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഓയിൽ സ്യൂട്ടബിളാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ഉണ്ടാക്കിയിട്ട് വൺസ്. ചിലവർക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ സെറ്റ് ആവത്തില്ല. അങ്ങനെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾത്താനി മെറ്റി വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എന്താ ഓയിലിൻ്റെ അംശം ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് മിക്സ്. ഞാൻ സാധാരണ കറിക്കിടുന്ന മഞ്ഞൾപ്പൊടി, അത് നമ്മൾ പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, കസ്തൂരി മഞ്ഞളൊന്നല്ല കേട്ടോ. എനിക്ക് ഈ മഞ്ഞൾപ്പൊടിയാണ് സെറ്റാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിലിടുന്നത് കേട്ടോ. അപ്പോൾ ഫേസിലിട്ടൊരു 10-15 മിനിറ്റ് നമുക്ക് നിൽക്കാം. അതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ എണീക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഇതിൽ ഞാൻ ഒരു 1.5 ലിറ്റർ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ ഡെയിലി 1 ഡേ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ലിറ്ററൊക്കെ നമുക്ക് ജ്യൂസായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിലൂടെ പൊക്കോളും. അങ്ങനെയാണ്, മിക്കവാറും 1 ലിറ്ററൊക്കെ ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കോഫി നിർബന്ധമാണ്. കോഫിക്ക് ഒന്നല്ലെങ്കിൽ ലെമൺ കോഫി അല്ലെങ്കിൽ ലെമൺ ടീ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി വയ്ക്കാമെന്ന് വിചാരിച്ചു. ലെമൺ കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് പ്ലെയിൻ കോഫിയാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കോഫി ഉണ്ടാക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത ജേണിയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ കോഫി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കോഫി പൗഡർ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷുഗറൊക്കെ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഷുഗർ അധികം നല്ലതല്ല എന്ന് തോന്നി, വയസ്സായി വരില്ല, അതുകൊണ്ടാണ്. കോഫി അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലിപ്പോൾ ഇട്ടേക്കുന്നത് എന്താ പറയുക, ക്യാരറ്റ് ഓയിൽ ഉണ്ടല്ലോ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതെനിക്ക് സ്കിൻ ടാൻ വന്നുകൊണ്ടാണ് ഞാനതിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പാക്ക് ഇടുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ റിങ്കിൾസ് വരും ഫേസിൽ. ഇത് പാക്കല്ല, കുറച്ച് ഓയിലി ടൈപ്പാണ്, അതുകൊണ്ട് അങ്ങനെ ഡ്രൈ ഒന്നും ആവത്തില്ല. അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഞാൻ സോപ്പ് യൂസ് ചെയ്യുന്നില്ല, മുൾത്താനി മെറ്റി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡ്രൈയും അല്ല ഓയിലും അല്ല, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. സംടൈംസ് പിമ്പിൾസ് നല്ലപോലെ വരും, ചിലപ്പോൾ വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൾത്താനി മെറ്റി എനിക്ക് നല്ല സ്യൂട്ടബിളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഞാൻ മുൾത്താനി മെറ്റി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഫേസിൽ വയ്ക്കും, ഒരു പാക്ക് പോലെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയല്ല, ഞാൻ ലെമൺ കോഫിയാണ് കേട്ടോ കുടിക്കുക. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ശേഷം വെള്ളം കുടിക്കും, അതിന് ശേഷം കോഫി കുടിക്കും. കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ, ലെമൺ ടീ കുടിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഫേസ് വാഷൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു കോഫി കുടിച്ച് ഞാനിങ്ങനെ സോഫയിൽ ഇരുന്നുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ നോക്കും. അതാണ് എൻ്റെ
ഫസ്റ്റത്തെ ഒരിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പോയി, കുളിച്ചൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഡ്രയർ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രൈ ചെയ്താലും എനിക്ക് അപ്പോൾ ഫീവറോ അല്ലെങ്കിൽ കോൾഡോ എന്തെങ്കിലും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു ശീലമാക്കി വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഡ്രൈ ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സിറമാണ്. ഇത് ആക്ച്വലി ഈ സിറം എനിക്കെന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ട് എനിക്ക് പോസ് ഉണ്ട്. അതായത് എനിക്ക് ചിക്കൻ ബോക്സ് വന്ന ടൈമിൽ ഞാൻ എന്താ ചെയ്തു, ഫേസിൽ വന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്തപ്പോൾ എനിക്ക് അവിടെ കുറച്ച് പോസൊക്കെ വന്നായിരുന്നു കേട്ടോ. അതിന് മുന്നേ തന്നെ ഭയങ്കര നല്ല സ്കിന്നായിരുന്നു. ചിക്കൻ ബോക്സ് വന്നതിന് ശേഷമാണ് എനിക്ക് സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയി പോയത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള സ്കിന്നാണ്. എനിക്ക് ഡോക്ടേഴ്സൊക്കെ ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് എന്താ നിൻ്റെ സ്കിൻ ഇത്ര ഗ്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. പിന്നെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എല്ലാ ഗ്ലോയൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ ഞാനിത് മസ്റ്റായിട്ട് ഇത് സൺക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ രാവിലെ എണീറ്റതിന് ശേഷം. പിന്നെ എന്താ പറയുക, ഇത് ഞാനിപ്പോൾ റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും അത് നോക്കില്ലായിരുന്നു. ഇങ്ങനെ ടാൻ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അത് കെയർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുളി കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് ഇങ്ങനെ പൊട്ടൊക്കെ വീട്ടിലാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അമ്മ എപ്പോഴും അറിയായിരുന്നു പെൺകുട്ടികളെ കണ്ണെഴുതി പൊട്ട് തൊട്ട് നീറ്റായിട്ടിരിക്കുക എന്നൊക്കെ പറയും. അതാണ് കുടുംബത്തിന് ഐശ്വര്യം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമായി. ഞാനെപ്പോഴും കുളി കഴിഞ്ഞ് ഒന്ന് നീറ്റായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ആരും പുറത്തേക്ക് പോയില്ലെങ്കിലും വീട്ടിലാണെങ്കിലും എപ്പോഴും അതേ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായി, മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഇത് വന്നിട്ട് നമ്മളെ ക്യാരറ്റ് ഓയിൽ ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അത് തന്നെയാണ് ഞാൻ ചിലപ്പോൾ ലിപ്സ്റ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ് ഓയിലാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അതാണ് യൂസ് ചെയ്യാറ്. അതല്ലെങ്കിൽ നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ ലിപ്സ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ. ഇനി നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. പണി മീൻസ് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്ന് പൂജിക്കാറുണ്ട്. നമ്മുടെ ശിവഭഗവാനെയും പാർവതീനെയും ഒക്കെ നമ്മളൊന്ന് പൂജിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മെയിനാണ്. എവരി ഫ്രൈഡേ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഇത് ചെയ്യും കേട്ടോ. ഫാസ്റ്റിംഗ് മീൻസ് നോൺ വെജ് ഒന്നും എടുക്കത്തില്ല അന്നത്തെ സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ പാലട വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡിമെയ്ഡ് പാലട ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചു. അതിനിടയ്ക്ക് എനിക്ക് വിശന്നു. അപ്പോൾ ഇന്ന് റൂം ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് വിശന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചു. ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പാൽപ്പായസമൊക്കെ എന്താ പറയുക, പാലടയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് സ്വാമിക്ക് വെക്കുന്ന ഇതിൻ്റെ പേര് ഞാൻ മറന്നുട്ടോ, ഈ പാത്രത്തിൻ്റെ ഇതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. എനിക്കിതാണ് ഇഷ്ടം. പിന്നെ പാലും വെച്ചിട്ട് നമ്മൾ പ്രെയർ ചെയ്തു കേട്ടോ. അപ്പോൾ പ്രേയറിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ കാണിക്കും. ഇത് കുറേ നേരം ഉണ്ടാവും, പക്ഷേ അതിന് കുറച്ച് പോർഷൻ കാണിക്കും. വിഷ്ണു ശശിവനം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാ വ്യാസസ്മരേ നിത്യമായുവാ കാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ഡം ച ഏകദത്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്രദം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടവികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തദാഷ്ടമം നവമം ഫാലചന്ദ്രൻ ച ദശമം തു വിനായകം ഏകാശതം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശൈതാനി നാമാനി ത്രിസന്ധ്യം യപടേ നരഃ ന ച വിഘ്നഭയം തസ്യ സർവസിദ്ധീകരം പരം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞു. ഈ റൂമിലിരിക്കുമ്പോൾ എനിക്ക് ഫ്രൈഡേ ദിവസം ഫ്രൈഡേ എന്നല്ലാണ്ട് മിക്ക ദിവസം, പക്ഷേ ഫ്രൈഡേ ആണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പ്രേ ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഇവർ രാവിലെ എനിക്കുന്ന തന്നെ ചിലപ്പോൾ 12 മണിയൊക്കെ അതൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഇതേപോലെ ബ്രെഡ് ടോസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് പോലെ, അതായത് എഗ്ഗും പാലും കുറച്ച് ഷുഗറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് പൊരിക്കാം. നെയ്യ് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തു. ഞാൻ പിന്നെ എഗ്ഗ് കഴിക്കാത്തതുകൊണ്ട്, അതായത് ഇന്നത്തെ ദിവസം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് മാത്രം ഉണ്ടാക്കി. പ്രാർത്ഥിച്ചോ?
വൺ ഹാൻഡിൽ പിടിക്കുക, 2 ഹാൻഡ് യൂസ് ചെയ്യില്ല. ഒരു ഹാൻഡിൽ കഴിക്കുക, റൈറ്റ് ഹാൻഡ് മാത്രം യൂസ് ചെയ്യും. ഓക്കെ. ചെറിയ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർ കൊണ്ടു തന്നതാണ് കേട്ടോ. അവർ വീട്ടിലുണ്ടാക്കിയതാണ്, അവരുടെ അമ്മ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കട്ടൻ ചായയും പിന്നെ ബ്രെഡ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ടോസ്റ്റ് ചെയ്തതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മിനി ലഞ്ച് ജസ്റ്റ് ഒന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് കിച്ചൺ ക്ലോസ് ചെയ്തൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വഴുതനങ്ങ മെഴുക്കുവരട്ടിയും ചോറും വെച്ചു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ, സാമ്പാറും വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു മിനി ലഞ്ചും കൂടി റെഡിയാക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്നായിരിക്കും, എൻ്റെ കിച്ചൺ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് രാവിലത്തെ പ്രേയറൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ലഞ്ചും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ ഞാനൊന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും, ഫോൺ നോക്കും, എല്ലാവരുടെ ലൈവിൽ പോയി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, അത് പറ്റില്ല. പിന്നെന്താ, കുറേ വീഡിയോസ് ഇരുന്ന് കാണും. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഇടയിൽ ചെയ്യും. ഇങ്ങനെ കുറേ വർക്കുകളുണ്ട്. ഇന്നിപ്പോൾ ലഞ്ചിന് ചോറ്, സാമ്പാർ, വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, തൈരുണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു മിനി ലഞ്ച്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ ലഞ്ച് കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ?